കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ? ഒപ്പം തന്നെ എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്നതെല്ലാം തന്നെ വ്യാപാരികൾ നമുക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഇതിൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എന്താണ് നിങ്ങളുടെ ഒരു അസോസിയേഷൻ ഭാരവാഹി കൂടിയാണല്ലോ? അതെ, എന്താ കിട്ടാത്തതിൻ്റെ കാരണം? അതായത് ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഈ 3 സ്റ്റേറ്റിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് സ്ഥാനം വരുന്നത്. അപ്പോൾ UP, ഗുജറാത്ത്, മഹാരാഷ്ട്രയിലുള്ള ഇറച്ചി കമ്പനിക്കാർ അവർക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധനം വേണം. അതിന് അവർ RSSൻ്റെ ആളുകളെ രംഗത്തേക്ക് ഇറക്കിയിട്ട് റോട്ടിൽ തടയുക മാത്രമല്ല, ലോറി അടിച്ചു പൊളിക്കും. ഇത് കൊണ്ടുവന്നവരെ അടിച്ച് കൈയും കാലമൊക്കെ ഒടിച്ചു കളയണേ. ഇനി അതല്ല, ഏതെങ്കിലും വഴി മനസാക്ഷി തോന്നി വിറ്റാൽ 50,000 1 ലക്ഷം രൂപയ്ക്കാണ് ഒരു ലോഡിന് ചോദിക്കണം. അത് പേടിച്ചിട്ട് തമിഴ്നാട്, കേരളത്തിൽ നിന്ന് ആരും പോകുന്നില്ല. ചന്ത ഈ വലിയ പെരുന്നാൾ കാരണം ചന്ത അടച്ചിട്ടേക്കണേ. എന്താ കാരണം വെച്ചാൽ അത് വേറൊരു കളിയാണത്. ഇത് മുസ്ലിങ്ങൾ കൊണ്ടുവന്ന് അറക്കരുത്. അതിനുള്ള ഒരു കളി കളിച്ചിട്ട് അവർ ചന്ത ചീട്ട് കൊടുക്കുന്നില്ല, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അതും വേറൊരു വിഷയം. ബീഫ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി ഇനി എത്താനില്ല, എത്തിക്കഴിഞ്ഞ്. അതായത് എക്സ്പോർട്ടിങ് വിടുന്നത് 1 കിലോ 1500 രൂപ അവർക്ക് ഇന്ത്യൻ മണി ബീഫിന് കിട്ടുന്നുണ്ട്. എക്സ്പോർട്ടിങ് കമ്പനിക്ക് ഇപ്പോൾ TV നിങ്ങൾ കണ്ടതാണല്ലോ, 34,000 കോടിയാണ് ആ ടൈം എക്സ്പോർട്ടിങ്ങിൻ്റെ UP കച്ചവടം നടത്തുന്നുണ്ട്. ഈ കേരളത്തിലേക്ക് ഇത് വരുമ്പോൾ ഇത്രയും ചെക്ക് പോസ്റ്റുകളും ഈ ഗുണ്ടാപ്പിരിവും ഇതൊക്കെ കൊടുത്തിട്ട് കച്ചവടക്കാർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കോട്ടയം, ചങ്ങനാശ്ശേരി, ഇടുക്കി, ആലപ്പുഴ വരെ കട പൂട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ക്ഷുദ്രജീവികളുണ്ട്. അവർ കാണിക്കുന്നത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതിലിപ്പോൾ സാധാരണഗതിയിൽ ഒരു ദിവസമൊക്കെ വലിയ രീതിയിലൊക്കെ വിറ്റുപോകുന്ന ഇടങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ കിട്ടാനില്ലാതെ വരുന്നവർക്ക് റേറ്റ് കൂട്ടേണ്ടി വന്നിട്ടുണ്ടോ? റേറ്റ് കൂട്ടേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഈ വില കൂടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തരുന്നവർക്ക് സാധനം കിട്ടാണ്ട് ഓവർ ചിലവും വരുമ്പോൾ അവർ വില കൂടുതലേ വരുള്ളൂ. അതനുസരിച്ച് ഞങ്ങൾക്കും വില കൂട്ടാതിരിക്കില്ല. കോടിക്കണക്കിന് രൂപയാണ് ഓരോ ഇറച്ചി കച്ചവടക്കാർക്ക് നഷ്ടം വന്ന് ഈ 6-7 മാസത്തിനുള്ളിൽ പോയിരിക്കുന്നത്. നമ്മൾ ഈ എറണാകുളം, കലൂർ, കറുകപ്പള്ളി ഭാഗത്താണ് ദിവസം വളരെയധികം വിറ്റുപോയിരുന്നൊരു സ്ഥലമല്ലേ? അതെ, നമ്മളിവിടെ 6-7 വരെ അറുത്തുകൊണ്ടിരുന്ന വെച്ചാണ് ഇപ്പോൾ 3-4 അറുത്തിട്ട് അവസാനിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റണില്ല. കൊടുത്താൽ തന്നെ ഇപ്പോൾ ഹോട്ടലുകാർ നമുക്ക് അതിനനുസരിച്ചുള്ള വിലയും തന്നെ ഇല്ല. അപ്പോൾ അവർക്ക് ഈ ചന്തയിൽ ഈ ചത്തേൻ്റെ ഇതിൻ്റെയൊക്കെ ഇറച്ചി വന്നിട്ടുണ്ട് ഇവിടെ. ഈ മറ്റേ ഫ്രീസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതാദ്യം തടയാണ്ട് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ 450 രൂപ അതും ഈ 500 രൂപക്ക് റീറ്റെയിലും കൊടുക്കണമെങ്കിൽ തന്നെ അവർക്ക് 360 രൂപ 380 രൂപക്ക് ഇറച്ചി കൊടുക്കാൻ ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫ്രീസ് ചെയ്ത് തന്നെയാണ്. അത് ക്വാളിറ്റി അല്ല, അത് പല ഇതിനും കാരണമാകും. അപ്പോൾ അവർ അതിൽ നിന്ന് പകുതി മേടിക്കും, നമ്മുടെ നിന്നും പകുതി മേടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യണത്. അപ്പോൾ അതാദ്യം നിർത്തലാക്കാണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ വരുന്നത്. കാര്യം സാധാരണക്കാർക്ക് ഒരു 500 രൂപ കൊടുത്ത് ബീഫ് മേടിക്കുന്ന രീതിയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജോലിക്കാരും 1 കിലോ ഇറച്ചി മേടിക്കുമ്പോൾ തന്നെ 500 രൂപ, 420 രൂപയും 440 രൂപയിൽ നിന്നും പെട്ടെന്ന് 500 രൂപയിലേക്ക് വന്നത് ഈ കാരണം കൊണ്ടാണ്. ഇപ്പോൾ തമിഴ്നാട് ഇപ്പോൾ വാളയാറൊക്കെ പിടിച്ചിട്ടേക്കണമെന്നാണ് നമുക്ക് അറിവ് കിട്ടിയേക്കുന്നത്. വണ്ടികളൊന്നും വിടാനുള്ള വല്ലാത്തൊരു പ്രതിസന്ധിയാണ് വ്യാപാരികൾ, ഈ ഇറച്ചി കച്ചവടക്കാരെല്ലാവരും. നമ്മളെ വണ്ടി തടഞ്ഞു നിർത്തി അവർ ചോദിക്കുന്ന പൈസ കൊടുത്തില്ലെങ്കിൽ ജനങ്ങളും പോലീസുകാരും കൂടുമ്പോഴത്തേക്ക് അവർ ഗോശാലയിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ്. ഒരു ലോഡ് ഒരു കച്ചവടക്കാരൻ്റെ പിടിച്ച് അവൻ്റെ 27-28 ലക്ഷം രൂപ പോവും. ഇവർ വഴി തടഞ്ഞെടുത്തിട്ട് 2 ലക്ഷം തരണം, 3 ലക്ഷം തരണം പറഞ്ഞാൽ അവന് 27 ലക്ഷം അല്ല അന്നേരം നോക്കുന്നത്. 3 ലക്ഷം കൊടുത്ത് അത് ഒരിടത്തും 2 3 അല്ല ഇവർ നിൽക്കുന്നത്. അക്രമമാണ് അവർ ചെയ്യുന്നത്. ഞങ്ങളുടെ മുതൽ അപഹരിച്ചെടുക്കുന്ന പോലെയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങളുടെ പേരിലൊരു കേസും വണ്ടിയുടെ പേരിലൊരു കേസും കൂടി അവർ ചാർജ് ചെയ്യും. ഇത് ഞങ്ങൾ കോടതി ഓറും കയറി ഇറങ്ങി അവിടെ ഇങ്ങനെ നടക്കണം. ഗോശാലയിലേക്ക് കൊണ്ടുപോയാലോ നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ 6 മാസം 8 മാസം കഴിഞ്ഞിട്ട് അവർ അതിൽ നിന്ന് 5-6 എണ്ണം നമുക്ക് തിരിച്ചു തരും. ആ കോടതി അവർ കച്ചവടത്തിൽ അവർ മറിച്ച് എക്സ്പോർട്ട് കമ്പനിയിലേക്ക് ഇതിനായിട്ട് 100 ചില്ലുവാന ലോഡ് അവർ പിടിച്ചോണ്ട് ഈ മാടൊക്കെ എവിടെ പോയി? ഈ ഉരുവിനൊക്കെ അവരെന്ത് ചെയ്ത് അവർ ഗോശാലയുടെ പേരും പറഞ്ഞ് അവർ കൊണ്ടുപോയി എക്സ്പോർട്ട് കമ്പനിക്ക് വിൽക്കുന്നതാണ്. ഞങ്ങളെ മുതൽ ഈ ബ്രിട്ടീഷുകാർ ചെയ്ത പോലും ഇപ്പം അങ്ങനെ പോലും ചെയ്തിട്ടില്ല. അവർ അതിനെക്കാട്ടി രീതിയിലാണ് ഇവർ അപഹരിച്ചെടുക്കുന്നത്.